സുരക്ഷാ ചരിത്രത്തിലെ സ്വർണ്ണ താളുകളിൽ ഇനി അജിത് ഡോവലിന്റെ പേരും എഴുതപ്പെടും. ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആകട്ടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ രാജ്യസുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും നിർണായക വ്യക്തിത്വങ്ങളിൽ ഒരാളായി തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സമ്മാനം അദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത്. ഭാവിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ചരിത്രം എഴുതപ്പെടുമ്പോൾ അജിത് ഡോവലിനായി തന്നെ ഒരു സുവർണ താൾ ഇവിടെ മാറ്റിവെക്കേണ്ടി വരുമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. 2014 പ്രധാനമന്ത്രിയായി തന്നെ നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം നടത്തിയ ആദ്യ നിയമനം അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി അദ്ദേഹത്തെ ആ ഒരു കസേരയിലേക്ക് നിയമിച്ചു എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഡോവലിന്റെ ആ പ്രവർത്തന മികവിലും തന്നെ ഇന്ത്യയുടെ വിദേശ നയം വലിയ രീതിയിൽ ഒരു നട്ടലാർന്ന അല്ലെങ്കിൽ ഉരുക്ക് നട്ടലിൽ തീർത്ത നിയമമായി മാറി എന്ന ഒരു വാക്കാണ് ഇവിടെ. അതായത് അജിത് ഡോവലിനെ പറ്റി അമിത്ഷാ ഇവിടെ ഈ ഒരു പ്രസംഗത്തിലൂടെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. പൂനെയിൽ നടന്ന ചടങ്ങിൽ 2026 അവിടെ വിശിഷ്ടമായ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം അജിത് ഡോവലിന് സമ്മാനിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സ്വാതന്ത്ര്യ സമര സേനാനിയായ ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ 106ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടായിരുന്നു ലോകമാന്യ തിലക് സാംസ്കാരിക ട്രസ്റ്റ് ഈ ബഹുമതി അജിത് ഡോവലിന് സമ്മാനിച്ചത്. അജിത് ഡോവലിന്റെ സേവനം ഒരു ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ചുമതലകളിൽ ഒതുങ്ങുന്നതല്ല എന്നും ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിലും രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് അത് ചരിത്രപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമ്മാനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിനും ദേശീയ സുരക്ഷാ നയങ്ങൾക്കും ശക്തമായ അടിത്തറ ഒരുക്കുന്നതിൽ ഡോവലിന്റെ പങ്ക് വിലമതിക്കാനാകാത്തതാണ് എന്നതാണ് മറ്റൊരു കാര്യം. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ആ അനുഭവം അദ്ദേഹം ഇവിടെ അമിത്ഷായുടെ അദ്ദേഹം അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കുവച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് ബോംബ് സ്ഫോടന കേസ് ഉൾപ്പെടെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 13 പരമ്പരാ സ്ഫോടനങ്ങളുടെ അന്വേഷണത്തിൽ അജിത് ഡോവൽ നൽകിയ തന്ത്രപരമായ നിർദ്ദേശങ്ങൾ അന്വേഷണത്തിന് അവിടെ നിർണായക ഒരു വഴിത്തിരിവായി മാറിയതും ഇവിടെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ വേഗത്തിലും കൃത്യതയോടെയും തീരുമാനമെടുക്കാനുള്ള ഡോവലിന്റെ കഴിവാണ് അദ്ദേഹത്തെ രാജ്യത്തിന്റെ ഏറ്റവും വിശ്വസനീയമായ അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തമായ സുരക്ഷാ തന്ത്രജ്ഞരിൽ ഒരാളായി തന്നെ മാറ്റിയതെന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ലോകമാന്യ ബാലഗംഗാധര തിലക് ഉയർത്തിപ്പിടിച്ച ഭാരതീയ ദേശീയതയും ഇന്നത്തെ ഇന്ത്യയുടെ സുരക്ഷാ സമീപനവും തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം അജിത് ഡോവലിന് ലഭിക്കുന്നത് ഏറെ അർത്ഥവത്താണ് എന്നതാണ് ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന നിലയിൽ അജിത് ഡോവൽ നിരവധി നിർണായക ദൗത്യങ്ങൾ നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഭീകരവിരുദ്ധ നടപടികൾ, അതിർത്തി സുരക്ഷ, രഹസ്യാന്വേഷണ ഏകോപനം, വിദേശ നയവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഇടപെടലുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാത്രമല്ല അമിത്ഷായുടെ ഈ ഒരു പരാമർശം രാഷ്ട്രീയപരമായും ദേശീയ സുരക്ഷാ രംഗത്തും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നതാണ്. ഇന്ത്യയുടെ സുരക്ഷാ ചരിത്രത്തിൽ അജിത് ഡോവലിന്റെ സംഭാവനകൾക്ക് ചരിത്രം പ്രത്യേക ഒരു അധ്യായം എഴുതുമെന്ന വിലയിരുത്തൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല രീതിയിലും അജിത് ഡോവലാകട്ടെ ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഏതൊരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ബോധ്യമുണ്ട് എന്നത് ഓരോ നയതന്ത്ര ഇടപെടലിലും അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും അദ്ദേഹം കൈക്കൊണ്ട ഓരോ തന്ത്രങ്ങളും അത്രയധികം മികവാർന്നതും പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു ആക്രമണം നടത്താൻ അവിടെ സാധിച്ചുവെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അവിടെ അജിത് ഡോവലിന്റെ കരങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഓരോ തന്ത്രങ്ങളും ഓരോ നയതന്ത്ര പ്രവർത്തനങ്ങളും ഇവിടെ ലോകത്തിന്റെ ചരിത്ര ഏടുകളിൽ എഴുതപ്പെട്ടു അല്ലെങ്കിൽ എഴുതപ്പെടുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഒരു ബഹുമതി എന്നതും ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.